ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 19 നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദേശീയ രാഷ്ട്രീയ പാർട്ടീസ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് മെയിൻ ആയിട്ടും കുറച്ച് നല്ല പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മുടെ ഇലക്ഷനിൽ പ്രധാനമായിട്ട് നല്ല സ്ഥാനമാണ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇലക്ഷൻ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുന്നത്. നമ്മുടെ പാർട്ടികളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 3 തരത്തിലുള്ള പാർട്ടികളാണ് ഉള്ളത്. ഒന്നാമത് ഏക പാർട്ടി വ്യവസ്ഥ. അവിടെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പാർട്ടി മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മള് വേൾഡിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള പാർട്ടി സിസ്റ്റത്തിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് ഒരു പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഏക പാർട്ടി സിസ്റ്റം. അവിടെ ഒരൊറ്റ പാർട്ടി മാത്രമേ കാണുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞ ചൈന. ചൈനയിൽ എന്താണുള്ളത്? ഒരു ഏക പാർട്ടി സിസ്റ്റം ആണ്. അവിടെ ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ. രണ്ടാമത് വരുന്നത് ഡ്യു പാർട്ടി സിസ്റ്റം. അതായത് 2 തരത്തിലുള്ള പാർട്ടികൾ അവിടെ കാണും. എക്സാമ്പിൾ പറയുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ എന്താണ് 2 തരത്തില് പാർട്ടികൾ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. മൂന്നാമത് വരുന്നത് ബഹു പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി പാർട്ടി സിസ്റ്റം. അതായത് ഒന്നിലേറെ പാർട്ടികൾ കാണും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒന്നിലേറെ പാർട്ടികളാണ് ഉള്ളത്. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ പാർട്ടികൾ വന്നതിന്റെ ആ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1885 ആയപ്പോൾ നമ്മുടെ AO ഹ്യൂം ആണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് 1925 ആയപ്പോൾ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. അത് കഴിഞ്ഞ് 1980 ആയപ്പോൾ BJP പാർട്ടി വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിരവധി പാർട്ടികൾ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹു പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാം എന്താണ് ദേശീയ പാർട്ടികളും എന്താണ് പ്രാദേശിക പാർട്ടികളും. ദേശീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നത് ദേശീയ പാർട്ടികളാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ? പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ കാണപ്പെടുന്നുള്ളൂ. അപ്പം നമ്മുടെ നാഷണൽ പാർട്ടികൾ, ദേശീയ പാർട്ടികൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും, BJP വരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വരും, CPI വരും, ബഹുജൻ പാർട്ടി വരും, നാഷണൽ കോൺഗ്രസ് വരും. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ നാഷണൽ പാർട്ടികൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത റിലീജിയൻ പാർട്ടീസ് അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രദേശത്ത് മാത്രമുള്ള പാർട്ടികൾ. ഇപ്പൊ എക്സാമ്പിൾ തമിഴ്നാട്ടില് DMK എന്ന് പറഞ്ഞ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. ആന്ധ്രയില് തെലുങ്ക് ദേശം എന്ന് പറഞ്ഞ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. പഞ്ചാബില് അകാലിദർ, അതേപോലെ തന്നെ ആസാമില് ആസാം ഗണേഷ് തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ റിലീജിയൻ പാർട്ടീസിന്, റിലീജിയൻ അല്ല റീജിയണൽ പാർട്ടീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? നമ്മളിത് നോക്കിയത് നാഷണൽ പാർട്ടികളെ പറ്റിയിട്ടും ഏതൊക്കെ തരത്തിലുള്ള പാർട്ടികളാണ് ഉള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പാർട്ടികളുടെ ഇവല്യൂഷൻ എന്തോന്നായിരുന്നു, പിന്നെ നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള പാർട്ടീസ് ഏതൊക്കെയാണ്, റീജിയണൽ പാർട്ടീസ് ഏതൊക്കെയാണ്, മേജർ പാർട്ടീസ് ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഈ നോട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൈഡ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഓക്കെ.